A very good morning once again, and we are going to the next session of fundamentals of investment. And now today in this class we are going to study the important strategies of SEBI for the protection of investors. And you know that SEBI has been implemented by the government of India with the sole aim of protecting the interest of the investors. And the investors are always protected. എപ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമ്മൾ പറയുന്നത്? എപ്പോഴാണ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുക? ഇഫ് ഹി നോസ് ദാറ്റ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റർക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംഗതികളും അറിയാം. ഏത് സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം, എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം, ഏത് സമയത്താണ് അതിൽ നിന്നും വിഡ്രോ ചെയ്യേണ്ടതെന്ന് അറിയാം. എല്ലാം അയാൾക്ക് അറിവുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള, മാത്രമല്ല മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എൻ എഫക്റ്റീവ് മെക്കാനിസം ഓഫ് റീഡ്രസ്സിങ് ഇഫ് ദർ ആർ എനി കംപ്ലയിൻറ്റ്സ് ഫ്രം ദി ഇൻവെസ്റ്റർ. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയുണ്ടെങ്കിലാണ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, പറയാനായിട്ട് സാധിക്കുള്ളൂ. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ അവിടെ ഫുൾഫില്ല് ചെയ്യപ്പെട്ടിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹി നോസ് ഹൗ ടു ഇൻവെസ്റ്റ്. ഒന്നാമത്തെ കാര്യം ഹി നോസ് ഹൗ ടു ഇൻവെസ്റ്റ്. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഹി ഹാസ് എ ഫുൾ നോളജ് അബൌട്ട് ദി മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഫുൾ നോളജ് അയാൾക്ക് ഉണ്ട്. മാർക്കറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, വിച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഈസ് ഇറ്റ് എന്നുള്ളതെല്ലാം, ബുൾ മാർക്കറ്റാണോ ബെയർ മാർക്കറ്റാണോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനം അയാൾക്ക് ഉണ്ട്. തേർഡ് വൺ ഈസ് ദാറ്റ് ദ മാർക്കറ്റ് ഈസ് സേഫ് ആൻഡ് ദർ ആർ നോ മിസ്ക്രിയൻസ്. മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സേഫാണ്. അവിടെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ ആൻഡ് ഓൾ ദ ട്രാൻസാക്ഷൻസ് വിൽ ബി സെറ്റിൽഡ് ഇൻ എ കറക്റ്റ് ആൻഡ് ഡീസൻറ്റ് വേ എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ദർ ആർ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ റീഡ്രസൽ ഓഫ് ദി ഗ്രീവൻസസ്. ഗ്രീവൻസുകൾ റീഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം അവിടെ ഉണ്ടെങ്കിൽ ഈ 4 സംവിധാനങ്ങളും, അതായത് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ്, മാർക്കറ്റ് സേഫാന്നുള്ള ബോധ്യം, അറ്റ് ദി സെയിം ടൈം മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ്, അറ്റ് ദി സെയിം ടൈം എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം, അറ്റ് ദി സെയിം ടൈം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയാനും അല്ലെങ്കിൽ റീഡ്രസ് ചെയ്യാനും, അത് റെക്കഗ്നൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും, അറ്റ് ദി സെയിം ടൈം അത് റീഡ്രസ് ചെയ്യപ്പെടാനും ഉള്ള ഒരു അവസ്ഥ. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. And based on these informations, SEBI has formulated 4 important strategies for the investors' protection. ഈ 4 ഇൻഫർമേഷൻസിൻ്റെ ബേസിസിൽ ഇതൊക്കെ വേണമെന്നുള്ളത്, അതായത് പ്രീ കണ്ടീഷൻസ് ആണ്. ഈ പ്രീ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ 4 പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസാണ് സെബി എന്ത് ചെയ്തിട്ടുള്ളത്, ഇവോൾവ് ചെയ്തിട്ടുള്ളത്, സെബി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദീസ് 4 തിങ്സ് ആർ, ദ ഫസ്റ്റ് വൺ ഈസ് building the capacity of investors. That is the first one, building the capacity of investors. And the second one is that make proper public disclosure, make proper public disclosure. And third one is that make transactions safe. Make transactions safe. And the fourth one is that redressal of investor grievances. Redressal of investor grievances. So these are the 4 important strategies made by SEBI for the protection of investors. So the first strategy is building the capacity of investors. How the capacity of investors can be built up. എങ്ങനെയാണ് നമുക്കത്
ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. All the investors are normal investors and all the investors are average investors, and അവരുടെ കപ്പാസിറ്റി നമുക്ക് എങ്ങനെയാണ് കൂട്ടാനായിട്ട് സാധിക്കുക. And first of all the investors should know what are their rights and what are their responsibilities. എന്തൊക്കെ റൈറ്റ്സ് ആണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്കുള്ളത് എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നിഷൻ തന്നെ ആദ്യം അവിടെ ഉണ്ടാവണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഹൗ ദേ ക്യാൻ എക്സസൈസ് ദീസ് റൈറ്റ്സ്, എങ്ങനെ അത് എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കും, ഏതൊക്കെ കാര്യങ്ങളിൽ അത് എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. When they are entering into a contract of transaction of various types of shares and securities, in which manner they can exercise their rights and responsibilities എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് അറിവുണ്ടായിരിക്കും. ഈ ഒരു അറിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി the organization SEBI is conducting various types of seminars and various types of workshops for instilling this type of knowledge to the investors. And here SEBI takes various measures to ensure the education of investors in investing. That is, he obtains the uses of information required for investing, evaluates various investment options to suit his specific goals, ascertains his rights and obligations, and deals through registered intermediaries, and takes necessary precautions, seeks helps if he gets into any problem. ഈ സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർക്ക് ഇത്രയും സൗകര്യങ്ങൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും കൺസൾട്ടേഷൻ സ്വീകരിക്കാനും എവിടെ നിന്ന് വേണമെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും ആ ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുക, ഏത് രീതിയിൽ പോയാലായിരിക്കും അയാൾക്ക് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്ന് ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർക്ക് കഴിവുണ്ട്. അതിനുള്ള അവസരം ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു കാര്യം. ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ ബീൻ എൻകറേജിങ് മാർക്കറ്റിംഗ് പാർട്ടിസിപ്പൻസ് ടു organizing various types of workshops and seminars, and it maintains an updated and comprehensive website for the education. And all these points we have seen in the consumer awareness program, not consumer, investor awareness program. അല്ല, ഒരു എന്താണ് ഇൻവെസ്റ്റർ അവെയർനെസ്, എങ്ങനെയാണ് ഇൻവെസ്റ്റർ അവെയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർക്ക്ഷോപ്സിനെ കുറിച്ചും അഡ്വർടൈസ്മെൻറ്റ്സിനെ കുറിച്ചും ഒഫീഷ്യൽ വെബ്സൈറ്റുകളെ കുറിച്ചും, ആൻഡ് ദർ ഇസ് എൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ സെബി ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദി യൂസ് ഓഫ് investors. At the same time, this BSE also, Bombay Stock Exchange has also a separate website for the purpose of fulfilling the needs and giving replies to the inquiries made by the investors. So these are the various facilities, and this enhancing the capacity of the investors, it's a first strategy of SEBI, and if this condition is fulfilled or this strategy is fulfilled, we can think about all those additional matters. And the second one is the making the proper disclosures regarding the market. And while studying the preconditions of this investor protection, we have seen that the investor should have the proper knowledge about the market, and he should know how to invest in different types of securities in the market. അതൊരു പ്രീ കണ്ടീഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, all the informations in the market should be revealed to the consumers. And how it can be revealed, എങ്ങനെയാണ് നമുക്കത് റിവീൽ ചെയ്യാനായിട്ട് സാധിക്കുക? It can be revealed through the various media like newspapers, magazines, or separate type of advertisements can be given by SEBI and all other market participants, like different types of stock exchanges, and can be directly accessible to the investors, and they can evaluate all those informations and effectively plan their investment process. So that's also an important thing. So all this information, all these matters should be disclosed to the public
and we are treating every members of the public as investors ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രീറ്റ് ചെയ്യാണ്. ആൻഡ് ഇൻ ദിസ് കണക്ഷൻ issuers and intermediaries are required to disclose relevant details about themselves, the products, the market and the regulations, so that the investor can make informed investment decisions based on such disclosures. ആ ഡിസ്ക്ലോഷേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആവശ്യത്തിന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് strategy. And what is his third strategy? Third strategy is making the transactions safe. Safe ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്യുക, സേഫ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യുക. ആൻഡ് ദേ ഷുഡ് ഫീൽ ദാറ്റ് ദ investors should feel that the market is a safe place where they can enter freely into the various contracts of security exchange, and all these will be settled in the right manner without any default എന്നുള്ളൊരു തോന്നൽ ഇൻവെസ്റ്റർക്കുണ്ടെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്തു, ശരിയായി. ഇനി അതിനു വേണ്ടി സെബി കൊണ്ടുവന്നിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാർക്കറ്റിനെ സേഫ് ആക്കാൻ വേണ്ടി, ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ആക്കാൻ വേണ്ടി സെബി കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഇറ്റ് ഈസ് ഡീമെറ്റീരിയലൈസേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഡീമെറ്റീരിയലൈസേഷൻ ആണ്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ എ ഡീറ്റെയിൽഡ് മാനർ വാട്ട് ഈസ് ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് ഹൂ ഈസ് എ ഡെപ്പോസിറ്ററി, who are depository participants, and what is demat account, and how these accounts are operated, and how these accounts are opened by depository participants, and how the various numbers of shares are credited and debited from this account, demat account. At the same time, dematerialization എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. സെബി സജസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരുന്നു എന്തിനെ സേഫ് ആക്കാൻ വേണ്ടി, ട്രാൻസാക്ഷനുകളെ സേഫ് ആക്കാൻ വേണ്ടി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ ഈസ് എ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. വി ഹാവ് സീൻ ഇറ്റ് ഏർലിയർ. സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം എന്താണ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം? ആൻഡ് in olden days there was outcry system, and this outcry system was replaced by screen based system, and almost all type of information, especially the market trends and the index value or index price of various securities and index price of the stock markets will be reflected and will be given through the computer systems placed in every nook and corners of the stock exchange. And at the same time, informations are available in the modern devices also, and so that the investors can easily access into all those informations, and they will change their decisions, and they will change their transactions accordingly എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ആൻഡ് അപ്പോൾ സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യവും അതൊക്കെ സ്ക്രീൻ ബേസ്ഡ് സിസ്റ്റം ചെയ്യുന്ന ഒരാളും ഒരു ഇൻഫർമേഷനും അറിയാതെ പോവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് T+ റോളിംഗ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്താണ് റോളിംഗ് സെറ്റിൽമെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റോളിംഗ് സെറ്റിൽമെൻറ്റ് എന്ന്. അതായത് ട്രേഡിംഗ് ഡേ പ്ലസ് 1 or 2. ട്രേഡിംഗ് ഡേ പ്ലസ് 1 or 2. ട്രേഡിംഗ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ ട്രേഡിംഗ് നടന്നത് അതിൻ്റെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് നടന്നിരിക്കണം, സെറ്റിൽമെൻറ്റ് നടന്നിരിക്കണം. ആൻഡ് we should not leave any room, or we should not leave any space for the speculative traders to predict the future changes and change their transactions accordingly. അങ്ങനെ ഒരു ഇതുണ്ടാവാനായിട്ട് പാടില്ല. ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സെറ്റിൽ ചെയ്യുക, അല്ലാതെ ആ ട്രാൻസാക്ഷൻസ് വലിച്ചു നീട്ടി കൊണ്ടുപോയി അത് ഡിഫോൾട്ട് വരുത്തി അത് പ്രശ്നത്തിലേക്ക് ആക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അത് ആവുന്നത്ര മാക്സിമം നല്ല രീതിയിൽ അവസാനിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ T+ റോളിംഗ്. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് ഡേ എന്നുള്ള അർത്ഥമാണ്, നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് there was proper treatment for the delay or non-transfer of shares. For the delay of shares or for the non-transfer of shares, there will be proper treatment from the part of SEBI and from the part of
സെബി ഒഫീഷ്യൽസ് സോ ദാറ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, എന്താ പറയുക, ഡിഫോൾട്ടുകൾ ഉണ്ടാവാതെ ആവുന്നത്ര പരിശ്രമിക്കാനായിട്ട് ആര് നോക്കും, ഈ ഇൻവെസ്റ്റേഴ്സ് നോക്കും എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു കാര്യം. സോ ആവുന്നത്ര ട്രാൻസാക്ഷൻസ് സേഫ് ആക്കുക എന്നുള്ളത് എത്രാമത്തെ സ്ട്രാറ്റജിയാണ്? മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ്, നാലാമത്തെ സ്ട്രാറ്റജി, മൂന്നാമത്തെ സ്ട്രാറ്റജി ഇവിടെ ഉണ്ട്. നാലാമത്തെ സ്ട്രാറ്റജി ദാറ്റ് ഈസ് റീഡ്രസൽ ഓഫ് ഇൻവെസ്റ്റർ ഗ്രീവൻസസ്. That is the most important step taken by SEBI, redressal of investor grievances. എങ്ങനെയാണ് ഇൻവെസ്റ്റർ ഗ്രീവൻസുകളെ റീഡ്രസ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമുക്കതിന് റീഡ്രസൽ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരാൾക്ക് പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കുക, ദാറ്റ് ഈസ് റീഡ്രസൽ. പരാതിയായിട്ട് മാത്രം അവിടെ അവശേഷിക്കാതെ, ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ ഒരുപാട് പരാതികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ സെബിയുടെ ഓർഗനൈസേഷന് മുൻപ് അങ്ങനെ പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരാശങ്ക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസും പരാതികളും ഒക്കെ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിലാണ് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ സെൻട്രൽ ഗവൺമെൻറ് 1992 മുതൽ ഫങ്ഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആരംഭിച്ചത്. അപ്പം അങ്ങനെ വന്ന സ്ഥിതിക്ക് അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എന്താ പറയുക, ഒരുപാട് പരാതികളെ പരിഹരിക്കുക എന്നുള്ളത് സെബിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി തന്നെയാണ്. ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള പെറ്റീഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ആ പെൻഡിങ് പെറ്റീഷൻസിന് പുറമെ അതാത് കാലങ്ങളിൽ വരുന്ന പുതിയ പെറ്റീഷൻസ്, പുതിയ പരാതികളെയും പരിഹരിക്കാനായിട്ട് ആര് ശ്രമിച്ചു എന്നുള്ളതാണ്. സെബി ശ്രമിച്ചു. ഒരു വിധം ഒരു 90% അതിൽ സക്സസ് കൈവരിക്കാനായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്, സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, പറയാനായിട്ട് സാധിക്കുക. സോ റീഡ്രസൽ ഓഫ് ദിസ് ഇൻവെസ്റ്റർ ഗ്രീവൻസസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി അതിനൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് തന്നെ ആര് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, സെബി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ടേക്സ് അപ്രോപ്രിയേറ്റ് എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ സച്ച് ആസ് adjudications and prosecution proceedings, direction etc. and as provided under the law where progress in redressal of investor grievance is not at all satisfactory. അല്ലേ, ആ ഒരു റീഡ്രസ്സിൽ സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷനിലേക്ക് പോവാനും സാധാരണ രീതിയിലൊരു ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് ആ ഘട്ടം വരെ എത്തിക്കാനും ആർക്ക് സാധിക്കുമെന്നുള്ളതാണ്, സെബിക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, പറയാനായിട്ട് സാധിക്കുക. സോ these are the 4 important strategies taken by SEBI. The first one is building the capacity of investors. Second one, making the proper disclosure of the market. And third one, making that all the transactions safe. And last one is investors redressal system. And this investors redressal system, how it is implemented and what all legal measures are there for redressing the കംപ്ലയിൻസ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ് നമുക്കിനി അടുത്തതായിട്ട് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ഈ ഒരു റീഡ്രസൽ സിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്തൊക്കെ ലീഗലായിട്ടുള്ള ഫ്രെയിം വർക്ക് അവിടെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ, ഏതൊക്കെ ആക്റ്റുകൾ നിലവിലുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റേഴ്സിനെ അതിനു വേണ്ടി സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. അതിനെ മൊത്തത്തിൽ ഈ ഇൻവെസ്റ്റേഴ്സിനുണ്ടാകുന്ന പരാതികളും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളും അതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട ഇൻഫർമേഷൻസും ഏതൊക്കെ ആക്റ്റുകൾ നിലവിലുണ്ട് എന്നുള്ളതും എല്ലാത്തിനെയും കൂടി ഒരുമിച്ചിട്ട് ഒരു ഹെഡിങ്ങിൻ്റെ കീഴിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആൻഡ് ദാറ്റ് ഹെഡിങ് ഈസ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. എന്താണ് ലീഗൽ ഫ്രെയിംവർക്ക്? ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനുള്ള ലീഗൽ ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ ആക്റ്റുകൾ അവിടെ നിലവിലുണ്ട്? മെയിനായിട്ട് ഒരു 5 തരം ആക്റ്റുകളെ കുറിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഈ ലീഗൽ ഫ്രെയിംവർക്കിൽ നമുക്ക് നോക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയെ ഗവേൺ ചെയ്യുന്ന ഒരു 5 ആക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ആക്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആക്ട് തന്നെയാണ്. ദറ്റ് ഈസ് സെബി ആക്ട് 1992. സെബി ആക്ട് 1992. And there is second one is it is Companies Act. And the first Companies Act has been enacted in 1956, and there are so many modifications and amendments in 1956 Act, and now we are following the 2013 Companies Act. Okay, you know all these things. And that is Companies Act has also an influence in the legal formalities and the legal framework of investor protection. And the third one is that it is Securities Contracts Act. The Securities Contract Act, the same in year, that is 1956. And the fourth one is Depositories Act. Depositories Act, it has been enacted in the year 1996. And the last one is Prevention of Monetary Laundering Act, and it has been passed in the year 2002. These are the various types of acts which are prevalent for the legal setup or legal framework of investors protection. And the first one is SEBI Act, and year is 1992. സെബി ആക്ട് എന്താണ്, എന്തുകൊണ്ടാണ് സെബി ആക്ട് പാസ്സാക്കിയത് എന്നുള്ളതൊക്കെ ആമുഖമായിട്ട് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ്. സോ സെബി ആക്ടിൻ്റെ, സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തുള്ള, ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ബാധിക്കുന്ന ഒരു ആക്റ്റാണ്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഭരിക്കാനും മോണിറ്റർ ചെയ്യാനും ലൈസൻസ് ചെയ്യാനും എന്താ പറയുക, ഡീലൈസൻസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശമുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും കമ്പനികളുടെയും അക്കൗണ്ട്സിനെയും ഓഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കമ്പനികളുടെ ഓഡിറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ചോദിക്കാനും അത് പരിശോധിക്കാനും അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ അക്കൗണ്ടിനെ ഓഡിറ്റ് ചെയ്യാനും കഴിവുള്ള ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ദ കമ്പനീസ് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ഉത്തരവാദിത്വമാണ് എന്തെന്ന് പറയുന്നത്. ആസ് ആൻഡ് വെൻ ദ ഇൻഫർമേഷൻസ് ആർ റിക്വയർഡ് ബൈ സെബി ഇറ്റ് ഷുഡ് ബി ഗിവൺ അറ്റ് പ്രോപ്പർ ടൈം വിതൗട്ട് എനി ഫെയിലിയർ എന്നുള്ളത്. സോ അവിടെയും ഒരു റെസ്ട്രിക്ഷൻ ആര് കൊണ്ടുവന്നിരിക്കുകയാണ്, സെബി കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ദാറ്റ്സ് അബൌട്ട് സെബി ആക്ട് 1992. അവിടെ പ്രധാനപ്പെട്ട സെബിയുടെ കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് അവിടെ പറയുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു 3 പവേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെ പവർ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിലത്തെ ആദ്യത്തെ എന്തെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രൊമോട്ടിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. റെഗുലേറ്റിംഗ് ആണ് നേരത്തെ പറഞ്ഞത്. എല്ലാ സെക്യൂരിറ്റി മാർക്കറ്റുകളെയും ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്സ് ലൈക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റുകളുണ്ട്, വേരിയസ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള സെക്യൂരിറ്റി മാർക്കറ്റുകളെ എല്ലാറ്റിനെയും കോർഡിനേറ്റ് ചെയ്യുക, എല്ലാറ്റിനെയും റെഗുലേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്വമാണ്, സെബിയുടെ ഉത്തരവാദിത്തമാണ്. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് പവേഴ്സ്. ഏതൊക്കെയാണ് പറഞ്ഞത്? പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രൊമോട്ടിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്
or development of securities market, and third one is regulating the securities market. ഇനി രണ്ടാമത്തെ ആക്ട് എന്ന് പറയുന്നത് ഏത് ആക്റ്റാണ്? ദാറ്റ് ഈസ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് ആക്ട് ഇൻ ദ ഇയർ 1956. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്താണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് ആക്ട്? ഹൗ എ കോൺട്രാക്ട് ഓഫ് സെക്യൂരിറ്റീസ് ക്യാൻ ബി മെയ്ഡ്, and what are the important qualities or what are the important capacities required for the contractors. And ഒരു വ്യക്തിക്ക് ഒരു സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് എന്തിൽ നമ്മൾ കൊടുക്കുന്നത്, ഏതിലൂടെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്? ഈ ഒരു സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് ആക്ട് 1956 നമ്മൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് ദിസ് ഇറ്റ് ഗീവ്സ് ദ സെൻട്രൽ ഗവൺമെൻറ് റെഗുലേറ്ററി jurisdiction over first one stock exchanges through the process of recognition and continued supervision. Through this act, through Securities Contracts Regulation Act 1956, the central government has the power to process or it has the power to take the jurisdiction of all the stock exchanges existing in India. സെൻട്രൽ ഗവൺമെൻറ്റിന് പവറുണ്ട്. എന്തിനുള്ള പവറുണ്ട്? രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗവേണിംഗ് പരിധിയിൽ കൊണ്ടുവരാനും, ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ആ ജൂറിസ്ഡിക്ഷൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും അതിനെ നല്ല രീതിയിൽ നോക്കി നടത്താനും ആ ഒരു പ്രോസസ് ഓഫ് റെക്കഗ്നിഷൻ നടത്താനും കണ്ടിന്യൂഡ് സൂപ്പർവിഷൻ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അതിനെ ഓഡിറ്റ് ചെയ്യാനും അല്ലേ, എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് സെബിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സെയിം സംഗതി തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിന് പവറുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആ പവർ ആർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്? സെബിക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഗീവ്സ് ദ സെൻട്രൽ ഗവൺമെൻറ് റെഗുലേറ്ററി jurisdiction ഓവർ കോൺട്രാക്ട്സ് ഇൻ സെക്യൂരിറ്റി. റെഗുലേറ്ററി ജൂറിസ്ഡിക്ഷൻ എങ്ങനെയുള്ള കോൺട്രാക്റ്റുകളുടെ, സെക്യൂരിറ്റീസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ ജൂറിസ്ഡിക്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഈ ലിസ്റ്റിങ്ങിനെ കുറിച്ചും ഏത് കമ്പനികൾക്കാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ കമ്പനികൾക്കാണ് ലിസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്തത്, എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആർക്കാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കാനായിട്ടുള്ള കഴിവുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിന് അതിനുള്ള കഴിവുണ്ട്. അറ്റ് ദി സെയിം ടൈം സെൻട്രൽ ഗവൺമെൻറ്റിന് വേറെ ഏജൻസിക്ക് അത് എന്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഏൽപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് ആക്ടിൻ്റെ കീഴിലാണ്, അതിന് ശേഷമാണ് നമ്മുടെ 1992 പാസ്സായിട്ടുള്ള സെബി ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് സെൻട്രൽ ഗവൺമെൻറ് ആർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്. സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷന് 1992 ഫങ്ഷൻ ചെയ്തതെങ്കിലും 1988 തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് അതിനെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെബി ആക്ടിന് മുന്നോടിയായിട്ടുണ്ടായ ആക്ടാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആക്ട് എന്ന് പറയുന്ന 1956 ഉണ്ടായിട്ടുള്ള ആക്ട്. അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിനായിരുന്നു ഫുള്ള് പവർ. അതേസമയം ആ പവർ പിന്നീട് സെബി ആക്ട് ഉണ്ടാക്കിയപ്പോൾ ആ പവർ മുഴുവൻ ആർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായത്? സെബിക്ക് അലോക്കേറ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത പ്രധാനപ്പെട്ട ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെപ്പോസിറ്ററീസ് ആക്ട്. ആൻഡ് ദിസ് ഡെപ്പോസിറ്ററീസ് ആക്ട് ഹാസ് ബീൻ പാസ്ഡ് ഇൻ ദ ഇയർ 1996. എന്തിനാണ് ഡെപ്പോസിറ്ററി, ആരൊക്കെയാണ് ഡെപ്പോസിറ്ററീസ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മെയിൻ പർപ്പസ് എന്താണ്? ദാറ്റ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതിൽ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഡെപ്പോസിറ്ററി ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് മേക്കിംഗ് സെക്യൂരിറ്റീസ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ സബ്ജക്ട് ടു സർട്ടൺ എക്സെപ്ഷൻസ്. അതായത് പബ്ലിക് കമ്പനികളുടെ ഷെയറുകളെ, പബ്ലിക് കമ്പനിയുടെ ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്നുള്ളൊരു വാക്ക് നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് ഏത് കമ്പനിക്ക് മാത്രമേ ബാധകമുള്ളൂ? പബ്ലിക് കമ്പനിക്ക് മാത്രമേ ബാധകമുള്ളൂ. പ്രൈവറ്റ് കമ്പനിക്ക് അത്രയും ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല. അത് കുറച്ച് റെസ്ട്രിക്ഷൻസോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്
അതിൽ ദിസ് ഡെപ്പോസിറ്ററീസ് ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, എന്ത് ഉദ്ദേശമാണ്? പബ്ലിക് കമ്പനികളുടെ ഷെയർസിനെ, പബ്ലിക് കമ്പനികളുടെ സെക്യൂരിറ്റീസിനെ എന്താക്കി മാറ്റുക? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആക്കി മാറ്റുക. ആൻഡ് സെക്കൻഡ് വൺ, ഡീമെറ്റീരിയലൈസിങ് ദ സെക്യൂരിറ്റീസ് ഇൻ എ ഡെപ്പോസിറ്ററി മോഡ്. ഡീമെറ്റീരിയലൈസിങ് ദിസ് സെക്യൂരിറ്റീസ് ഇൻ എ ഡെപ്പോസിറ്ററി മോഡ്, അതാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തെ, പ്രൊവൈഡിങ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഓണർഷിപ്പ് റെക്കോർഡ്സ് ഇൻ ദ ബുക്ക് എൻട്രി ഫോം. ഓണർഷിപ്പ് റെക്കോർഡ്സ് ഓൺലൈനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഓൺലൈനായിട്ട് കീപ്പ് ചെയ്യുക, വിതൗട്ട് എനി ചാൻസ് ഫോർ ഫോർജിങ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ അതിനെല്ലാത്തിനെയും ആ ഒരു എന്തൊക്കെ അതോറിറ്റീസാണ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഹോൾഡർക്ക് എന്തൊക്കെയാണോ അവിടെ അധികാരമുള്ളത്, അല്ലെ ഏതൊക്കെ ഷെയർസിലാണോ അയാൾക്ക് അധികാരമുള്ളത്, അതിനെയൊക്കെ ഓൺലൈൻ റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്കാക്കി മാറ്റുക എന്നുള്ളതും കൂടി എന്തിൻ്റെ ഉദ്ദേശമാണ്? ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ these are the three important objectives of this Depositories Act. At the same time, under this Depositories Act, രണ്ട് ഓർഗനൈസേഷനുകൾക്ക് അതിൻ്റെ ഡെപ്പോസിറ്ററി ആക്ടിവിറ്റീസിൻ്റെ ചുമതല ആരെ ഏൽപ്പിച്ചു കൊടുത്തു? സെൻട്രൽ ഗവൺമെൻറ് ഏൽപ്പിച്ചു കൊടുത്തു. ആൻഡ് വൺ ഈസ് ദറ്റ് ഈസ് NSDL ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് CDSL. NSDL ഉം CDSL എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾക്ക് ഈ ഡെപ്പോസിറ്ററീസ് ആക്ടിലൂടെ ഡെപ്പോസിറ്ററീസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ആ ഒരു അധികാരം കൂടി ആര് ഷെയർ ചെയ്ത് കൊടുത്തു? സെൻട്രൽ ഗവൺമെൻറ് ഷെയർ ചെയ്ത് കൊടുത്തു. ഇനി അതിൽ തുടർന്ന് വരുന്ന എല്ലാ ഡീമെറ്റീരിയലൈസേഷനുകളും എല്ലാ സംഗതികളും മോണിറ്റർ ചെയ്തിരുന്നത് നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ് അല്ല, അതിന് പകരം ഈ രണ്ട് ഓർഗനൈസേഷനുകളാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ആ ഓർഗനൈസേഷൻ്റെ കീഴെ പ്രവർത്തിക്കുന്ന ലൈസൻസീസ് ആയിട്ടുള്ള ആരുണ്ട്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ട്. ആ പാർട്ടിസിപ്പൻസ് ആണ് എന്തിൻ്റെ കാര്യം നോക്കുക? ഈ ഡീമെറ്റീരിയലൈസേഷൻ്റെ കാര്യം നോക്കുന്നത്. ഓക്കെ, സോ there is a Depositories Act and the next important act is Companies Act 1956. Companies Act, എന്താണ് Companies Act? എന്തിനു വേണ്ടിയിട്ടാണ് Companies Act? And you are 5th semester students and in your 4th semester you have completely studied what is Companies Act. പുതിയതായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തായിരുന്നു Companies Actൻ്റെ ആ ഒരു കാര്യം എന്തായിരുന്നു? ഒരുപാട് ഇഷ്യൂസ് കമ്പനികളോട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായി, അത് പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെപ്പറേറ്റ് ആയിട്ട് കമ്പനികൾക്ക് മാത്രമായിട്ടൊരു ആക്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയതാണ് 1956 ഏറ്റവും പഴയ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അതിന് മുമ്പ് കുറേ ഇനാക്ട്മെൻറ്റുകളും കുറേ എന്താ പറയുക ലെജിസ്ലേഷനുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു ആക്റ്റായിട്ട് പാസ്സായത് 1956 പിന്നീടാണ് ഒരുപാട് അമെൻമെൻറ്റുകൾ അതിന് നടന്നത്. ആ അമെൻമെൻറ്റുകൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ തൽക്കാലം 2013 കമ്പനീസ് ആക്റ്റാണ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ കമ്പനീസ് ആക്ട് 1956 പലതരം, ഇപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവിടെയും സെക്യൂരിറ്റീസ് തന്നെയാണ് അവിടെ വരുന്നത്. എങ്ങനെയാണ് ഷെയർ അലോട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ നിബന്ധനകൾ പാലിച്ചിട്ടാണ് ഷെയർ അലോട്ട് ചെയ്യേണ്ടത്? കമ്പനീസ് ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഒരു കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് കമ്പനികൾക്ക് വേരിയസ് ടൈപ്സ് ഓഫ് കമ്പനീസിന് വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കമ്പനീസ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അല്ലേ? ഇത് മാത്രമല്ല കമ്പനീസ് ആക്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്പനി എന്താണ്, കമ്പനി എങ്ങനെ ഫോം ചെയ്യണം, അല്ലേ? അതിൽ വേരിയസ് പേഴ്സൺസ്, അതിൻ്റെ ഒഫീഷ്യൽ അതോറിറ്റീസ് ആരൊക്കെയാണ്, മാനേജ്മെൻറ്റ് ആരാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് മീറ്റിങ്ങുകൾ കൂടേണ്ടത്, അല്ലേ? ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും കമ്പനീസ് ആക്ടിൽ സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടുള്ള വേരിയസ് ഇൻഡിക്കേഷൻസ് അവിടെയുണ്ട്. ഹൗ എ പബ്ലിക് ഇഷ്യൂ ഷുഡ് ബി ഡിസൈൻഡ്, what should be the minimum subscription, and how we can prepare a prospectus for the purpose of inviting subscribers for the public issue, അല്ലേ? പ്രോസ്പെക്ടസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, എത്ര, ഇനി ആ പ്രോസ്പെക്ടസിൽ ആരൊക്കെയാണ് സൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടത്തേണ്ടത്, ഓക്കെ, എങ്ങനെയാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത്, എന്താണ് റൈറ്റ് ഷെയർ, എന്താണ് ബോണസ് ഷെയർ, ഈ വക എല്ലാ കാര്യങ്ങളും പറയുകയും അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആക്റ്റാണ് ഏത് ആക്ട് എന്ന് പറയുന്നത്? കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. അതിൽ ദാറ്റ് ഈസ്
ഇവിടെ പറയുന്ന ഡീൽസ് വിത്ത് ഇഷ്യൂ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. അലോട്ട്മെൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് ആസ് വെൽ ആസ് വേരിയസ് ആസ്പെക്ട്സ് relating to company management, and it provides a standard disclosure in public issue of capital, and particularly in the fields of company management and projects. Information about ഇപ്പോൾ പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോസ്പെക്ടസ് ഉണ്ടാക്കുന്ന സമയത്ത് കമ്പനീനെ കുറിച്ചിട്ടുള്ള എല്ലാ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസും ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. പ്രോസ്പെക്ടസ് ഷുഡ് ബി കംപ്ലീറ്റ് ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ഉള്ള ഇൻഫർമേഷൻ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകളെ കുറിച്ച്. ഇൻ ദ പ്രീവിയസ് ഇഷ്യൂ ഹൗ മച്ച് എമൗണ്ട് വി ഹാവ് കളക്റ്റഡ് ആൻഡ് ഹൗ മച്ച് എമൗണ്ട് വി ഹാവ് യൂട്ടിലൈസ്ഡ്, ബാലൻസ് എമൗണ്ട് എത്രത്തോളം ഉണ്ട്, ഈ ഒരു ഇഷ്യൂവിൽ പുതിയൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് എത്ര പൈസയാണ് നമ്മൾ റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ഏത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ആ പ്രൊജക്റ്റിൻ്റെ കാലാവധി എത്രയായിരിക്കും, ആ ഒരു ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി, റേറ്റ് ഓഫ് റിട്ടേൺ എത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ വക എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രജിസ്ട്രാർ, കമ്പനി രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് അപ്ലിക്കൻസിന് അത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇഷ്യൂ ചെയ്യുന്നതിനോടനുബന്ധിച്ചും അലോട്ട്മെൻറ്റിനോടനുബന്ധിച്ചും ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതിനോടനുബന്ധിച്ചും അല്ലേ ഒരുപാട്. ദ നെക്സ്റ്റ് ആക്ട് ഈസ് അഞ്ചാമത്തെ ആക്ട് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഈസ് മണി ലോണ്ടറിങ് ആക്ട് 2002. ആൻഡ് വാട്ട് യു മീൻ ബൈ മണി ലോണ്ടറിങ്? എന്താണ് മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ക്രൈം ചെയ്തിട്ടുള്ള അതിൻ്റെ ബേസിസിൽ കിട്ടുന്ന അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാക്കപ്പെടുന്ന എഗ്രിമെൻറ്റിൻ്റെ ബേസിസിലോ ഒക്കെ ഉണ്ടാക്കുന്ന പൈസയെ, അതല്ലെങ്കിൽ ഒരു ഫ്രോഡലൻ്റ് ആയിട്ടുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? മണി laundering. And this money laundering should be prohibited, and it is prohibited by Central Government of India through this act, that is Money Laundering Act in the year 2002. ഒരു വലിയൊരു ഡെഫിനിഷനാണ് മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. എനി വൺ ഹു അക്വയേഴ്സ്, ഓൺസ്, പൊസസ് ഓർ ട്രാൻസ്ഫേഴ്സ് എനി പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൻ്റെ ക്രൈം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് ഓൺ ചെയ്യുകയോ പൊസസ് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ, ഓർ നോയിങ്ലി എൻറ്റേഴ്സ് ഇൻ ടു എനി ട്രാൻസാക്ഷൻ that is related to the proceeds of crime either directly or indirectly. അതായത് ക്രൈമിലൂടെ കിട്ടുന്ന പ്രൊസീഡ്സ്, ആ പ്രൊസീഡ്സിനോടനുബന്ധിച്ചിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റീസിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്റ്റുകളിൽ എൻ്റർ ചെയ്യുകയോ, ഓർ കൺസീൽസ് ഓർ എയ്ഡ്സ് ഇൻ ദ കൺസീൽമെൻറ്റ് ഓഫ് ദ പ്രൊസീഡ്സ്, കൺസീൽ ചെയ്യുക, ഒളിപ്പിച്ചു വയ്ക്കുക, കിട്ടിയ ആ പൈസ, ക്രൈമിലൂടെ കിട്ടിയ പൈസ, ക്രൈമിലൂടെ കിട്ടിയ പ്രൊസീഡ്സ് ഒളിപ്പിച്ചു വയ്ക്കുകയോ, ഒളിപ്പിച്ചു വയ്ക്കുന്നതിന് പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ ഒക്കെ ചെയ്യുക. ഇൻസൈഡ് ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻസൈഡ് ഇന്ത്യ ആയാലും കുഴപ്പമില്ല, ഔട്ട്സൈഡ് ഇന്ത്യ ആയാലും കുഴപ്പമില്ല. ദേ കമ്മിറ്റ്സ് ദ ഒഫൻസ് ഓഫ് മണി ലോണ്ടറിങ്. അതിന് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്തതായിട്ട് നമ്മൾ പരിഗണിക്കും? ദിസ് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒഫൻസ് ചെയ്തതായി നമ്മൾ പരിഗണിക്കും. ആൻഡ് besides prescribing the punishment of this offense, the act provides other measures for the prevention of money laundering. അപ്പോൾ ഈ മണി ലോണ്ടറിങ്ങിന് എന്താണ് ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചേക്കാം. Through the crimes can be committed by entering into fraudulent contracts in securities also. അല്ലേ, ക്രൈം എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ഫ്രോഡലൻ്റ് ആയിട്ടുള്ള പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി മാത്രം ഫ്രോഡലൻ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ എൻ്റർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രൈം ചെയ്യാം. അപ്പോൾ അതിലൂടെ ഉണ്ടാക്കപ്പെടുന്ന പൈസയെ, അതിൽ നിന്ന് കിട്ടുന്ന പൈസയെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഈ മണി ലോണ്ടറിങ്ങിലൂടെ കിട്ടിയ പൈസയായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യപ്പെടേണ്ടതാണ്, അത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതാണ്. സോ ഒരു പരിധിവരെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു ആക്ട്
ആക്ടിനെ കുറിച്ച് എന്തിൽ പറഞ്ഞിട്ടുള്ളത്, സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇപ്പോൾ ഈ 5 മെഷേഴ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, കണ്ടത്. 5 ആക്റ്റുകൾ അല്ലേ, ഏതൊക്കെ 5 ആക്റ്റുകൾ? ഒരു ആക്ട് സെബി ആക്റ്റാണ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ട്. രണ്ടാമത്തെ ആക്ട് ഡെപ്പോസിറ്ററീസ് ആക്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ആക്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് ആക്ട് എന്ന് പറയുന്ന മൂന്നാമത്തെ ആക്ട്. നാലാമത്തെ ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ആക്ട്. അഞ്ചാമത്തെ ആക്ട് എന്ന് പറയുന്നത് അത്രയും പോപ്പുലർ അല്ലാത്ത, അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു ആക്ടാണ്, ദാറ്റ് ഇസ് മണി ലോണ്ടറിങ് ആക്ട്. ഇത് 5ഉം എന്തിനെ സഹായിക്കുന്നതിന് തന്നെയാണ്, സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ നല്ല ഗവേണൻസിനും നല്ല മൂവ്മെൻറ്റിനും സഹായിക്കുന്ന ഇതാണ്. സോ 5 എണ്ണമാണ് അവിടെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ these are the important legal framework for the securities market or for the investors protection. സോ നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാണ്, എപ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുന്നത്. ഇനി ഇതിനോടനുബന്ധിച്ച് സെബി എടുത്തിട്ടുള്ള 5 സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനിൽ വരുന്ന ആക്റ്റുകൾ, ഇതിനെക്കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചത്. സോ we can conclude this session, this class, and we can meet in the next class. Okay, thank you.